إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കൾ, നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റിയും സൗദ റളിയല്ലാഹു അൻഹയെ പറ്റിയും മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നത് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വിവാഹം കഴിക്കുന്നത്. നമുക്കറിയാം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് വിവാഹപ്രായം എത്തിയ ഓരോരുത്തർക്കും അനിവാര്യമായ ഒന്നാണ്. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വൈവാഹിക ജീവിതം, ദാമ്പത്യം എന്ന് പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായമെത്തിയാൽ ഒരു ഇണയെ ആഗ്രഹിക്കുക എന്നുള്ളത് അവന്റെ പ്രകൃതിയാ ഉള്ള ഒരു വികാരമാണ്. തിരിച്ചും അങ്ങനെ തന്നെ. പ്രവാചകന്മാർ അഖിലവും
അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. പ്രവാചകരെ, അങ്ങേക്ക് മുമ്പ് നാം ദൂതന്മാരെ അയക്കുകയുണ്ടായി. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്കെല്ലാവർക്കും ഇണകളെയും മക്കളെയും ഒക്കെ നാം ആക്കിക്കൊടുത്തിട്ടുണ്ട് എന്നാണ്. പൂർവ്വ പ്രവാചകന്മാരും വിവാഹം കഴിക്കുകയും മക്കളുണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവാഹം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 4 വരെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി കൊണ്ട് അല്ലാഹു തആല 4 കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയോ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അല്ലാഹു തആലയുടെ അനുവാദം ലഭിച്ചു എന്നുള്ളത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം വിവാഹം കഴിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ ഇണയായി ലഭിച്ചു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകത, അവര് ചെറുപ്പം മുതലേ ഒരു മുസ്ലിം വീട്ടിലാണ് വളർന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന് ശേഷം ആണ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ, അവരും തുടക്കത്തിൽ തന്നെ ഇസ്ലാമിൽ സ്വീകരിച്ചവരാണ്. അവർക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മ മഹദി ജനിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലാണ് അവർ വളരുന്നത്, ഇസ്ലാമിക അന്തരീക്ഷത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വളരുന്നത് എന്നർത്ഥം. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലം അഅഖിൽ അബവയ്യ ഖത്ത് ഇല്ലാ വഹുമാ യദീനാനിദ്ദീൻ. എന്റെ മാതാപിതാക്കൾ ദീനനുസരിച്ചു കൊണ്ടല്ലാതെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടേയില്ല എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഭാര്യ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹുമെല്ലാം മുസ്ലിമായിക്കൊണ്ടാണ്, ഇസ്ലാമിലായിക്കൊണ്ട് ജീവിക്കുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. മാത്രമല്ല, അവർ പറഞ്ഞു, വലം യമുർ അലൈനാ യൗമുൻ ഇല്ലാ യഅതീനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തറഫൈൻ നഹാർ. എല്ലാ രാവിലെയും വൈകുന്നേരവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരാത്ത ഒരു ദിവസവും ഞങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സ്മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായും അവരുടെ വീടുമായിട്ടും പ്രവാചകന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അവരുമായുള്ള വലിയ അടുപ്പമാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരാനും ഭാഗ്യം ലഭിച്ച ഒരേയൊരു പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരേ ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ കണ്ണും കാതും ഹൃദയവും എല്ലാം തൗഹീദിലേക്കും ഈമാനിലേക്കും തുറക്കപ്പെട്ട് ആ ഒരു വെള്ളി വെളിച്ചത്തിൽ വളരാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ശിർക്കിന്റെ ഒരു അംശം പോലും ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ അവരുടെ ജീവിതത്തിൽ തൊട്ടിട്ടേ ഇല്ല എന്നുള്ളതും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വഹ്യ് ഇറങ്ങുന്ന ആ ആദ്യകാലം മുതൽ അവസാന കാലഘട്ടം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സാക്ഷിയായ പ്രവാചകന്റെ പത്നിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ഇനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ കാര്യം എടുത്തു നോക്കിയാലോ, അതും വളരെ പ്രസിദ്ധമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാ നിലക്കും വളരെ പ്രശംസനീയവും ആരാലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെട്ടിരുന്ന ഒരു മഹത്തായ ഒരു വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയൊരു ധനികനായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ ഒരു കച്ചവടക്കാരനുമായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധനായിരുന്നു. നേരത്തെ നമ്മൾ സൂചി പോലെ പ്രവാചകത്വം ലഭിച്ച ഉടനെ തന്നെ ആദ്യമായി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരിലെ ഒന്നാമനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകത്വത്തിന് ശേഷമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരുമായി കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹബന്ധം ആലോചിക്കുകയാണ്. വിവാഹാന്വേഷണം നടക്കുകയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമ്മയും ആ വിവാഹ ആലോചനയോട് യോജിക്കുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് 6 വയസ്സാണ് പ്രായം. എന്നാൽ ആ 6 വയസ്സാകിയ ആ പ്രായത്തിൽ വിവാഹം കഴിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ശേഷം മദീനയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 11 വയസ്സും ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തവണ അവരെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരുന്നു എന്നാണ്. നമുക്കറിയാം, നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹ്യാണ്. അത് വഹ്യാണ്. അങ്ങനെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹ ബന്ധത്തെ സംബന്ധിച്ച് സ്വപ്നത്തിലൂടെ വഹ്യായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെപ്പറ്റി നമുക്ക് പറയുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഫിൽ മനാമി മറത്തൈൻ, ആയിഷ നിന്നെ 2 തവണ സ്വപ്നം കാണുകയുണ്ടായി. അറാ അന്നകി ഫീ സറഖതി മിൻ ഹരീർ, ഒരിക്കൽ പട്ടുകൊണ്ടുള്ള നല്ല ഒരു വസ്ത്രത്തിൽ അണിഞ്ഞൊരുക്കിക്കൊണ്ടാണ് ഞാൻ നിന്നെ കണ്ടത്. വയഖൂലു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ഇംറഅതുക, ഇത് അങ്ങയുടെ ഭാര്യയാണ്, ഇത് അങ്ങയുടെ ഭാര്യയാണ്. വക്ഷിഫ് അൻഹാ, ആ മറയൊന്ന് നീക്കി അവരെ ഒന്ന് നോക്കൂ. ഫഇദാ ഹിയ അൻതി, അപ്പോൾ ആയിഷ നോക്കിയപ്പോൾ നിന്നെയാണ് ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയകു ഹാദാ മിൻ ഇൻദില്ലാഹി യുംദിഹി, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ആ ഒരു തീരുമാനമാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ആ സ്വപ്നത്തിൽ പറയുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ന ജിബ്രീൽ ജാഅ ബിസൂറതിഹാ, ഒരിക്കൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സൗജതുക ഫിദ് ദുനിയ വൽ ആഖിറ, നബിയേ ഈ ആയിഷ അവർ ദുനിയാവിലും ആഖിറത്തിലും അങ്ങയുടെ ഇണയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് നമുക്ക് ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ 2 തവണ വഹയിലൂടെ ആ ഒരു വിവാഹ ബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 ഭാര്യമാരുമായി ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ ജീവിക്കുകയുണ്ടായി.
എന്നാൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് കന്യകയായി കൊണ്ട് പ്രവാചകന്റെ കൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുന്നത്. മറ്റുള്ളവരെല്ലാവരും വിധവകളായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കന്യകയായി കൊണ്ട് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റുള്ളവരെല്ലാവരും വിധവകളായിരുന്നു. മാത്രവുമല്ല, അവരുടെ പ്രത്യേകതയായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, വലം യൻകിഹ് ഇംറഅതൻ അബവാഹ മുഹാജിറാനി സിവാഹ. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, അവര് മാത്രമായിരുന്നു മുഹാജിറായി കൊണ്ടുണ്ടായിരുന്നത് എന്നാണ്. മറ്റുള്ളവരുടെ മാതാപിതാക്കളൊന്നും ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കളെ നമുക്ക് മുഹാജിറുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും അവർക്ക് ലഭിച്ച വലിയ ദാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശവ്വാൽ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം കഴിക്കുന്നത് ശവ്വാലിലാണ്. എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതും ശവ്വാലിലാണ്. എന്നിട്ട് അവർ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എന്നേക്കാൾ ഇത്ര വലിയൊരു സ്ഥാനമുള്ള വേറെ ആരുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മഹത്വം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്രായത്തിലാണ് അവരെ വിവാഹം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കുകയും അവരോടൊത്ത് കളിക്കുകയും രസങ്ങൾ പങ്കിടുകയും തമാശകൾ പങ്കിടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അൽഅബു ബിൽ ബനാതി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിന്റെ അടുത്ത് ഞാൻ എന്തെയും പെൺകുട്ടികളുടെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കൂട്ടുകാരികളുമൊത്ത് ഞാനിങ്ങനെ കളിക്കുകയായിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നു. നബി ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടുകാരികളുമൊക്കെ കളിക്കുകയാണ്. ആ സമയത്താണ് ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വരുന്നത്. ആ സമയത്ത് അവരെല്ലാവരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾ എല്ലാവരും ഒന്ന് പരിഭ്രമിച്ച് എല്ലാവരും ഒന്ന് മാറി നിന്നു. ആ സമയത്ത് എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അവരെ കളിപ്പിച്ചു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആ വിവാഹപ്രായവും ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ശ്രദ്ധയും ഒക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതയായി കൊണ്ട് നമുക്ക് കാണാം, എല്ലാ ഭാര്യമാർക്കും ഒരു കുനിയത്തുണ്ടായിരുന്നു. അറബികൾക്ക് ഒരു കുനിയത്തുണ്ടാവും, ഒരു വിളിപ്പേരുണ്ടാകും മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്തായിരുന്നു അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ആൺകുട്ടിയാണ് ഖാസിം. അതുകൊണ്ട് ആ ഖാസിമിലേക്ക് ചേർത്തിക്കൊണ്ട് അബുൽ ഖാസിം എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെട്ടിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കൾ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കുനിയത്ത് വന്നിട്ടുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ നബി ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലു സവാഹിബി ലഹാ കുനിയ ഗൈരി. ഞാനല്ലാത്ത എല്ലാവർക്കും മറ്റു ഭാര്യമാർക്കൊക്കെ ഓരോ കുനിയത്തുണ്ടല്ലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖ്തനി ബിബ്നികി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. നീ എന്ത് ചെയ്തോ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അവരിലേക്ക് ചേർത്തിക്കൊണ്ട് ഉമ്മു അബ്ദില്ല എന്ന് വിളിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. അപ്പൊ ഉമ്മു അബ്ദില്ല എന്ന ആ ഒരു കുനിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു എന്നാണ്. അവർക്കിടയിൽ ആ ഒരു ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട്
വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ചില ആളുകളൊക്കെ വീട്ടിലും മസല് പിടിച്ച് ആ ഒരു രൂപത്തിൽ ഒരു തമാശയിലോ രസത്തിലോ ഒന്നും ഇണയോടും മക്കളോടും ഒന്നും പെരുമാറ്റം കാണിക്കാത്ത പലരെയും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു സുഹൃത്തുക്കളെ? ആരായിരുന്നു? മദീനയുടെ രാജാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെ ഇമാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യുദ്ധരംഗത്ത് സൈനിക തലവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ നിലക്കും ബിസിയായിരുന്ന, എല്ലാ നിലക്കും തിരക്കിട്ട ഒരാളായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു കുറവും പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നില്ല. ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനവും അവകാശങ്ങളും കൃത്യമായി കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്തു എന്ന് പ്രവാചക ജീവിതത്തിൽ നമ്മൾ കാണുന്ന അത്യത്ഭുതകരമായ ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സാബഖനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ടമത്സരം നടത്തി. ആ സന്ദർഭത്തിൽ ഫസബഖ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിച്ചു, ഞാൻ ജയിച്ചു. അങ്ങനെ ഫലബിസ്ന, കുറെ കാലം കഴിഞ്ഞപ്പോ ഹത്താ ഇദാ റഹിഖനി അൽലഹ്മു, ഞാൻ കുറച്ചൊക്കെ വലുതായി, ഒരൽപ്പം തടിയൊക്കെ വെച്ച്, ആ സമയത്ത് സാബഖനി, ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടമത്സരം നടത്തുകയാണ്. ഒരൽപ്പം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒരു ഓട്ട മത്സരം നടത്തി. അപ്പോൾ അള്ളാന്റെ റസൂല് എന്നെ മുൻകടന്നു, ഞാൻ പരാജയപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്നിട്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹാദിഹി ബിദി, ആയിഷ, ഇത് മുമ്പത്തേതിന് പകരാണ് ട്ടോ. അതായത് ഒരു നല്ല ഒരു സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, എല്ലാ നിലക്കും ഇണകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്നേഹത്തിലും ലാളിച്ചും ബഹുമാനിച്ചും എല്ലാം നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചെലവഴിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, അവര് ചെറു പ്രായത്തിൽ തന്നെ പ്രവാചകന്റെ കൂടെ ജീവിതം തുടങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ഗ്രാഹ്യശക്തിയും അതുപോലെ തന്നെ നല്ല അറിവും എല്ലാ നിലക്കുമുള്ള മതവിജ്ഞാനത്തിലും എല്ലാ അർത്ഥത്തിലും അവർക്ക് നല്ല ഓർമ്മശക്തിയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ നല്ല ഇഷ്ടവുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്ന് നബിയോട് ഒരിക്കൽ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് വീണ്ടും ചോദിച്ചു, ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? അവർ പറഞ്ഞു, അബൂഹ, അവരുടെ ഉപ്പയാണ്. അപ്പൊ നബിക്ക് ഏറ്റവും ഇഷ്ടം അവരോടായിരുന്നു. കാരണം എന്താ? ദീനീ രംഗത്ത് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുമ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിലും മുൻപന്തിയിലുണ്ടായിരുന്ന പ്രവാചകന്റെ ഭാര്യമാരിൽ ആളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇത്രയധികം സ്നേഹമുള്ളായത് കൊണ്ട് തന്നെ സഹാബിമാർ പലപ്പോഴും വല്ല ഹദിയയും റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ വിചാരിക്കുമ്പോൾ അവര് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസം നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത് എന്നാണ് പലപ്പോഴും. അത് മറ്റുള്ളവർക്ക് ചെറിയ പ്രയാസമുണ്ടാക്കും. അങ്ങനെ ആ ഒരു പ്രയാസമുണ്ടായ സമയത്ത് അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ ഒരു പരാതി അവർ പറഞ്ഞു. മാത്രവുമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഈ കാര്യം ധരിപ്പിക്കാൻ വേണ്ടി അവർ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നിസാഅക യൻഷുദനക അല്ലാഹുൽ അദ്ല ഫീ ബിൻതി അബീ ബക്കർ, നിങ്ങൾ എന്തു വേണം, എല്ലാവരുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, ബുനയ്യ മോളെ, അലാ തുഹിബ്ബീനി മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്ക് ഇഷ്ടല്ലേ? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ബല, അതേ ഉപ്പ. ആ സമയം അങ്ങനെ അത് അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അവര് മടങ്ങിയിട്ട് അവരോട് ഈ കാര്യം പറയുകയും ചെയ്തു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രത്യേകമായ ഒരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയാ ഉണ്ടാകുന്ന ഒരു മാറ്റമായിക്കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരോട് പറഞ്ഞു, ഇന്നി ലഅഅലമു ഇദാ കുന്തി അന്നി റാദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറയാണ്, ആയിഷ, ഇന്നി ലഅഅലമു ഇദാ കുന്തി അന്നി റാദിയ, നീ എന്നെ പറ്റി നല്ല ഇഷ്ടത്തിലാണെങ്കിൽ എനിക്ക് നിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? വഇദാ കുന്തി അലയ്യ ഗദബനി, അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും അതിന്റെ അങ്ങനെ ഉണ്ടല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ ഇഷ്ടം കൊണ്ടും ആ ഒരു ഇഷ്ടത്തിലും അതുപോലെ തന്നെ ബഹുമാനത്തിലും സ്നേഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെറിയ ഒരു ദേഷ്യം പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ദേഷ്യം ആയിഷ നിനക്ക് എന്നോടുണ്ടെങ്കിൽ അതും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ, അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കല്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഇദാ കുന്തി അന്നി റാദിയ, നിനക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ തഖൂലീൻ, നീ ഇങ്ങനെ പറയാ, ലാ വറബ്ബി മുഹമ്മദ്, വറബ്ബി മുഹമ്മദ്, അല്ലാഹുവിനെ സത്യം ചെയ്ത് പറയുമ്പോ മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാ പറയാ. ഇനി അതല്ല, വഇദാ കുന്തി അലയ്യ ഗദബ, നിന്നെ എന്തെങ്കിലും നിലക്കുള്ള ഒരു ഈർഷ്യാണ് നീ നിൽക്കുന്നതെങ്കിലോ അപ്പൊ നീ പറയുന്നത് ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബാണ് സത്യം നീ പറയാ. എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അജൽ വല്ലാഹി യാ റസൂലല്ലാഹ്, അതേ നബിയെ അങ്ങനെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു പറയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയാണ്, മാ അഹ്ജുറു ഇല്ലസ്മക, നബിയെ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ ഒരു പേരിൽ മാത്രമേ ഉള്ളൂ നബിയെ, അല്ലാതെ മനസ്സിലൊന്നുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന എന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ശത്രുക്കൾ വല്ലാതെ സമൂഹത്തിൽ വല്ലാതെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയെ 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ? നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരായിരുന്നു? ഈ കാലത്തുള്ളവരല്ല. ആണോ? ഈ കാലത്തുള്ളവരല്ല നബിയുടെ ഏറ്റവും വലിയ ശത്രു. എല്ലാം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ദ്രോഹിച്ചവർ, ഉപദ്രവിച്ചവർ അന്നത്തെ അബൂജഹലിന്റെ ടീമാണ്. ആണല്ലോ? അവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ 6-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തതിന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നബിയുടെ കാലത്ത് നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 വയസ്സുകാരിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ അവഹേളിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ അത് സാർവത്രികമായിരുന്നു എന്നുള്ളതാണ്. വിവാഹപ്രായം എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ കാലത്തും വ്യത്യസ്തമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചതിൽ ഒരു പ്രശ്നവും നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. അതാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയോ ഇതൊരു വലിയ ഒരു കാര്യമായിരുന്നുവെങ്കിൽ സ്വന്തം അവരുടെ മാതാപിതാക്കൾ ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുമോ? വിവാഹത്തിന് സമ്മതിക്കൂലല്ലോ.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹുവിന്റെയും ആ വിവാഹത്തെ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ആയിഷ റളിയല്ലാഹുവിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ഒരു പ്രായത്തിൽ വിവാഹം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു അക്ഷരം എതിർത്ത് പറഞ്ഞത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കൂല. അപ്പൊ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ പലപ്പോഴും ഇന്നത്തെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ പരിഹസിക്കുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനമധ്യത്തിൽ താറടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തൊട്ട് ഒരു നിലക്കുമുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു സംശയം പോലും വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിന്റെ വഹി പ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യവും പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിവാഹം നടത്തുന്നത് എങ്കിൽ അത് നമ്മൾ പ്രവാചകൻ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ വഹിയായിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തൊരു കാര്യമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്ന നിലക്ക് ആ രൂപത്തിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടാനേ പാടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മാത്രവുമല്ല, ശത്രുക്കളുടെ ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലുകളും കളവുകളും സമൂഹത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ശരിയായ രൂപത്തിൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് സത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കാലാവസ്ഥ അതിനെ സംബന്ധിച്ച് പലർക്കും പല രൂപത്തിലുള്ള സംസാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പലരും മഴയെ ചീത്ത പറയുകയും എന്തൊരു മഴ, ചീഞ്ഞ മഴ, ആ രൂപത്തിലൊക്കെ മഴയെ ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളത് നമ്മുടെ നാവിൽ നിന്നൊരിക്കലും അത് വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് മഴ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ എന്ന് തുടങ്ങി സൂറത്തുൽ വാഖിഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ഉണർത്തുന്നുണ്ട്. الذي يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاحيا به الارض بعد فاحيا به അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിന്റെ കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാരണമായി കൊണ്ട് റബ്ബ് പറയുന്നത് വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് മഴയിറക്കി എന്നുള്ളതാണ്. അത് റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്, അത് റബ്ബിന്റെ തീരുമാനമാണ്, അത് റബ്ബാണ് വർഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനലോകത്തു നിന്ന് വർഷിക്കുന്ന ഈ ഒരു റഹ്മത്തിന്റെ
നമ്മൾ ഒരിക്കലും ചീത്ത പറയാനോ കുറ്റം പറയാനോ മോശമായി കൊണ്ട് പറയാനോ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്, പക്ഷെ അതിന്റെ അർത്ഥം എത്ര വ്യാപ്തിയാണ് എന്നോ. അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ പെയ്യിപ്പിക്കണേന്ന്, ഉപകാരപ്രദമായ മഴ പെയ്യിപ്പിക്കണേന്ന്. അതെന്താ? മഴ പെയ്തു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഉപകാരം ലഭിച്ചു കൊള്ളണമെന്നുണ്ടാവില്ല. ഒരു പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയായേക്കാം. എത്രയോ മുൻ സമുദായത്തെ ശക്തമായ മഴ കൊണ്ടും കാറ്റുകൊണ്ടും ഇടികൊണ്ടുമൊക്കെ അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെയും അള്ളാഹു ചെയ്യും, ശിക്ഷയായിക്കൊണ്ട്. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ വർഷിപ്പിക്കണേ. നമുക്ക് ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ടും നമുക്ക് ജീവിക്കണം, വെള്ളം വേണം, എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ആ കാലത്തേക്കൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഭൂമിയിൽ സംഭവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ഒരു മഴ അത് വർഷിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. എല്ലാവരും അത് പഠിക്കുക. മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുവേ ഉപകാരമുള്ള മഴ പെയ്യിപ്പിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഈ റഹ്മത്ത് അതെല്ലാം നമുക്ക് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കുമാറാവട്ടെ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അത് അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി ശാരീരികമായി അതുപോലെ തന്നെ കുടുംബത്തിൽ അങ്ങനെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കുകയും സമാധാനം നൽകുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.